Good morning. Okay. പ്രതീക്ഷിച്ചായിരുന്നോ? പ്രതീക്ഷിച്ചല്ലേ? ഓക്കെ. നമ്മുടെ പോർഷൻസ് ഒക്കെ എടുത്ത് വെക്കണ്ടേ? സാരല്ല. കുട്ടികളൊക്കെ ഉണ്ട് വീട്ടില് ഉണ്ടാവും അല്ലെ? ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ക്വാളിറ്റി റിക്വയർമെന്റ്സ് ആയിരുന്നു. 2 പോയിന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ. ക്വാളിറ്റി കൊണ്ടുള്ള ആവശ്യകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി നോക്കാം. റിവൈസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോവാം കേട്ടോ. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? സിസ്റ്റമൈസേഷൻ ഓഫ് എന്താണ് QM, ക്വാളിറ്റി മാനേജ്മെന്റ്. QM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഫോം ആണ് ക്വാളിറ്റി മാനേജ്മെന്റ്. സിസ്റ്റമാറ്റിസേഷൻ ഓഫ് QM, ക്വാളിറ്റി മാനേജ്മെന്റ്, വ്യവസ്ഥാപിത വൽക്കരണം. ഓക്കെ, പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. അതിനകത്ത് പേജ് നമ്പർ ഇല്ല, അതുകൊണ്ടാണ് പേജ് നമ്പർ പറയാത്തത്. ഓക്കെ, 62. അപ്പൊ എന്താണ് വ്യവസ്ഥാപിത വൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിനുള്ളില് ഗുണനിലവാരം, ക്വാളിറ്റി കൈകാര്യം ചെയ്യുന്നതിനുള്ള ഘടനാപരവും നിലവാരമുള്ളതുമായിട്ടുള്ള ഒരു സമീപനം, അതിനെയാണ് നമ്മൾ സ്ഥാപിക്കുന്ന ഒരു പ്രക്രിയ, ഒരു സമീപനം സ്ഥാപിക്കുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് നമ്മള് വ്യവസ്ഥാപിതവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ വ്യവസ്ഥാപിതവൽക്കരണം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗുണനിലവാര നയങ്ങള്, ലക്ഷ്യങ്ങള് നിർവചിക്കാനായിട്ട് അല്ലെ? ഓക്കെ, അങ്ങനെയുള്ള ലക്ഷ്യങ്ങളായാലും ക്വാളിറ്റിയുടെ പോളിസികളായാലും നിർവചിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതിലൂടെ എന്താണ് ക്വാളിറ്റി നിയന്ത്രണ നടപടികൾ നടപ്പിലാക്കാൻ പറ്റുന്നുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ ഓരോ പ്രകടനങ്ങളും അല്ലെ, ഓരോ കാര്യങ്ങളും ക്വാളിറ്റിയിലൂടെ നിരീക്ഷിക്കുകയും അസസ് ചെയ്യുന്നതിലൂടെയും പല കാര്യങ്ങളും നമുക്ക് എവിടേക്കാണ്, ഏതൊക്കെ മേഖലകളിലാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്ന് വിലയിരുത്താനായിട്ടും അത് ഐഡന്റിഫൈ ചെയ്ത് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. അതാണ് വ്യവസ്ഥാപിതവൽക്കരണം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ക്വാളിറ്റി ക്രൈറ്റീരിയ സപ്പോർട്ട് ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെ? ക്വാളിറ്റി മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മാനദണ്ഡങ്ങള്, ക്വാളിറ്റിയുടെ മാനദണ്ഡങ്ങള്. ഓക്കെ, അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഗുണനിലവാര ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങള് ക്വാളിറ്റി മാനേജ്മെന്റ് ഉപയോഗിക്കുന്നതിലൂടെ സ്ഥാപനങ്ങൾക്ക് എന്താണ് വിവരമുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അല്ലെ? അവർക്ക് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ, ഡിസിഷൻസ് എടുക്കാനായിട്ടും അതുപോലെ തന്നെ അത് മെച്ചപ്പെടുത്തേണ്ടത് ഏതൊക്കെയാണ് അതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനും അങ്ങനെ ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യാനും ഈ ക്വാളിറ്റി മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, എന്താ പറഞ്ഞത്? ക്വാളിറ്റി ക്രൈറ്റീരിയ സപ്പോർട്ട് ക്വാളിറ്റി മാനേജ്മെന്റില് പറഞ്ഞത് എന്താണ്? ക്വാളിറ്റി മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റിയുടെ മാനദണ്ഡങ്ങള് നിർദ്ദേശിക്കുന്നത് എന്താണ്? ക്രൈറ്റീരിയ, ഇങ്ങനെയുള്ള ക്രൈറ്റീരിയ, ക്വാളിറ്റിയുടെ ക്രൈറ്റീരിയ ഉപയോഗിക്കുന്നതിലൂടെ സ്ഥാപനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഡിസിഷൻ എടുക്കാനായിട്ടും മെച്ചപ്പെടുത്തലിന് മുൻഗണന നൽകാനായിട്ടും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എവിടേക്കാണ് മെച്ചപ്പെടുത്തേണ്ടതെന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത് നമുക്ക് മെച്ചപ്പെടുത്താനായിട്ടും അങ്ങനെ നമ്മുടെ ഓർഗനൈസേഷൻ, ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിന്റെ ആ ലക്ഷ്യം ഉണ്ടാവും അല്ലെ? ഏതൊരു സ്ഥാപനത്തിനും ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യം കൈവരിക്കാനായിട്ടും ക്വാളിറ്റി മാനേജ്മെന്റ് കൊണ്ട് സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ്? മാനേജ്മെന്റ് ഓഫ് പ്രോസസ് ആസ് എ ബേസിക് ഫോർ QM, ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പൊ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്വാളിറ്റി മാനേജ്മെന്റ് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഒരു പ്രധാന
അടിത്തറയാണ് പ്രോസസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വാളിറ്റി മാനേജ്മെന്റ് ലക്ഷ്യങ്ങള് കൈവരിക്കുന്നതിനുള്ള ഒരു പ്രധാന അടിത്തറയാണ് പ്രോസസ് മാനേജ്മെന്റ്. ഓക്കെ, കാരണം എന്താണ്? ഇത് ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സർവീസുകളും സ്ഥിരമായിട്ട് നൽകാനായിട്ട് സ്ഥാപനങ്ങളെ പ്രാപ്തമാക്കുന്നു. ഓക്കെ, പ്രോസസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങള് കൈവരിക്കുന്നതിനുള്ള ഒരു പ്രധാന അടിത്തറയാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതിന്റെ പ്രധാന കാരണം പ്രോസസ് മാനേജ്മെന്റിന്റെ കാരണം എന്താണ്? ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങളും സർവീസുകളും സ്ഥിരമായിട്ട് ഓർഗനൈസേഷനിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ്? കസ്റ്റമർ പാർട്ടിസിപ്പേഷൻ ഇൻ QM. അതിൽ പറയുന്നത് എന്താണ്? കസ്റ്റമേഴ്സ് പാർട്ടിസിപ്പേഷൻ അല്ലെ. ഇത് എന്താണ് കസ്റ്റമർ പാർട്ടിസിപ്പേഷൻ ഇൻ QM കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉപഭോക്താക്കളുടെ കസ്റ്റമേഴ്സിന്റെ പ്രതീക്ഷകളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായിട്ട് ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഉദ്ദേശിക്കുന്നത് സർവീസുകളോ വികസിപ്പിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പ്രക്രിയയിൽ കസ്റ്റമേഴ്സ് സജീവ ഇടപെടല് സൂചിപ്പിക്കുന്നു. കസ്റ്റമേഴ്സിന്റെ സജീവമായിട്ടുള്ള ഇടപെടലുകൾ എങ്ങനെയാണ്? കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് അല്ലെ നമുക്ക് ഓരോ കാര്യങ്ങളും ഏതൊക്കെ മേഖലകളിലാണ് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത്, ഏതൊക്കെ മേഖലകളിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെന്ന് വിലയിരുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ പ്രധാന ഘടകമാണ് പാർട്ടിസിപ്പേഷൻ. ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് ഇൻഫർമേഷൻ ആസ് എ ബേസിക് ഫോർ കണ്ടിന്യൂസ് എൻഹാൻസ്മെന്റ് ഓഫ് എ ക്വാളിറ്റി. എന്താണ്? തുടർച്ചയായ ഗുണനിലവാര മെച്ചപ്പെടുത്തലിനുള്ള അടിത്തറയായി വിവരങ്ങൾ പ്രവർത്തിക്കുന്നു എന്നത്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടർച്ചയായ ഗുണനിലവാരമുള്ള മെച്ചപ്പെടുത്തലിനുള്ള അടിത്തറയായിട്ട് വിവരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇൻഫർമേഷൻസ് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നിലവിലുള്ള പ്രകടനം മനസ്സിലാക്കുന്നതിനും നിലവിലുള്ള ഇപ്പോ ഹോസ്പിറ്റൽ ആണെങ്കിൽ നിലവിൽ എങ്ങനെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങള് എന്ന് നമുക്ക് പല ഇൻഫർമേഷൻസ് വഴി അത് പല റെക്കോർഡ്സ് ആവാം, പല ഡോക്യുമെന്റ്സ് ആവാം, അതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ നിലവിൽ എങ്ങനെയാണ് അവിടുത്തെ പ്രകടനം എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ തിരിച്ചറിയാനും കാലക്രമേണ പുരോഗതി ട്രാക്ക് ചെയ്യാനായിട്ടും ഗുണനിലവാരം മെച്ചപ്പെടുത്താനും ഇൻഫർമേഷൻസ് കമ്പനിയെ സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഹോസ്പിറ്റലുകളാണെങ്കിലും പല റെക്കോർഡ്സുകള് പല ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിച്ചാൽ നിലവിലുള്ള പ്രകടനം അറിയാൻ പറ്റും. അതുപോലെ തന്നെ എവിടേക്കാണ് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത് എന്നുള്ളതും നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് അത് ആ പുരോഗതിയിലേക്ക് അല്ലെ ആ ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ട മേഖലകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പല ഇംപ്രൂവ്മെന്റ്സും ആ മേഖലകളിൽ കൊടുത്തുകൊണ്ട് ഓർഗനൈസേഷൻ എന്ത് കൈവരിക്കാൻ പറ്റും? ഓർഗനൈസേഷന്റെ ഗോള് എയിം എന്താണോ അത് അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇൻഫർമേഷൻസ് ഒരു ഘടകമാണ് അല്ലെ. ഇനി എന്താണ്? ലീഡർഷിപ്പ് ഫോർ ദ സ്റ്റിയറിംഗ് ഓഫ് ക്വാളിറ്റി. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഗുണനിലവാരം നിയന്ത്രിക്കുന്നതിനുള്ള നേതൃത്വം. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. ഗുണനിലവാരം അതിന്റെ പോയിന്റുകളായിട്ടാണ് മിസ് പറയുന്നത്. ഗുണനിലവാര നയങ്ങള്, മാനദണ്ഡങ്ങള്, ക്രൈറ്റീരിയാസ് നമ്മൾ സ്ഥാപിക്കുന്നതിലൂടെ നിലവാരത്തിന്റെ എന്താണ് ക്വാളിറ്റിയുടെ പല ക്രൈറ്റീരിയാസ് ഉണ്ട്, പല പോളിസീസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെയും അതുപോലെ തന്നെ ഗുണനിലവാര സംരംഭങ്ങളും വിഭവങ്ങളും പിന്തുണയും നൽകുന്നുണ്ട് അല്ലെ. ക്വാളിറ്റി അവിടെ ഉദ്ദേശിക്കുന്നത് പല സർവീസുകൾ നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുമ്പോ അവിടെ വരുന്ന പേഷ്യൻസിന് കൊടുക്കുമ്പോ നല്ല നിലവാരത്തോട് കൂടിയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള പോളിസിയിലൂടെയും മാനദണ്ഡങ്ങളിലൂടെയും അത് നമുക്ക് സർവ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ ആളുകളിലേക്ക്. അതുപോലെ തന്നെ ഗുണനിലവാരത്തിന്റെ തുടർച്ചയായ മെച്ചപ്പെടുത്തലുകള് പ്രോത്സാഹിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ക്വാളിറ്റി എന്താണ്? ക്വാളിറ്റി എവിടെയൊക്കെയാണ് ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെന്നാണ് ഓരോ പോയിന്റിലും പറയുന്നത് കേട്ടോ.
ഓക്കെ, അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഓരോ പോയിന്റും ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു ലീഡർഷിപ്പ് ഫോർ ദ സ്റ്റിയറിംഗ് ഓഫ് ക്വാളിറ്റി അല്ലെ. ഗുണനിലവാരത്തിന്റെ എല്ലാ നയങ്ങളും, എല്ലാ പോളിസീസ് ആയാലും പ്രൊസീജിയർ ആയാലും ക്രൈറ്റീരിയാസ് ആയാലും സ്റ്റാൻഡേർഡ്സ് ആയാലും സ്ഥാപിക്കുന്നത് വഴി അതിലൂടെയാണ് അല്ലെ. നമുക്കറിയാം ഇപ്പൊ ഒരു രോഗിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ പല പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അപ്പൊ എന്താണ് ആ പോളിസീസും പ്രൊസീജിയേഴ്സും ഗൈഡ് ലൈൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നതും നമ്മുടെ ഗുണനിലവാരത്തോട് കൂടിയിട്ട് ഒരു പ്രോസസ് അല്ലെങ്കിൽ സർവീസുകൾ നമ്മൾ രോഗികളിലേക്ക് എത്തിക്കുമ്പോൾ അതിന് എന്തുണ്ടാവും, പോളിസീസ് ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, പല സ്റ്റാൻഡേർഡ്സുകൾ ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ടാവും. അത് പാലിച്ചിട്ട് വേണം രോഗികളിലേക്ക് ആ സർവീസ് എത്തിക്കാനായിട്ട്. അപ്പൊ നമുക്ക് മെച്ചപ്പെടുത്തേണ്ടത് എവിടേക്കാണ്, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ അവര് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നമുക്ക് അതിലൂടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. QM ഫോർ പ്രിവെന്റീവ് ആസ് വെൽ അതർ ആക്ടിവിറ്റീസ്. എന്താണ് പറയുന്നത്? അതർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാനായിട്ടും ഈ QM അല്ലെ, ക്വാളിറ്റി മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. പല അതർ ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ, അതിനെ നമ്മൾക്ക് എന്താണ് കൺട്രോൾ, പ്രിവെന്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാന്നാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ പല ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യാനായിട്ടും ക്വാളിറ്റി മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ ആസ് എ പ്രീറിക്വിസിറ്റ്സ് ഫോർ ഹൈ ക്വാളിറ്റി. ഇവിടെ പ്രീറിക്വിസിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻവ്യവസ്ഥ. ഓക്കെ, അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് പേഴ്സണൽ ആസ് എ പ്രീറിക്വിസിറ്റ്സ് ഫോർ ഹൈ ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വ്യക്തിഗത വികസനത്തിലും മുൻ വ്യവസ്ഥകളിലും പ്രീറിക്വിസിറ്റ്സിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് ഉയർന്ന നിലവാരമുള്ള ഫലങ്ങൾ നേടാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മള് ഒരു പേഷ്യൻസിന് അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റലിൽ ആരാണ് അവരുടെ കിങ് അല്ലെ, ഹോസ്പിറ്റലിലെ കിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ആരായിരിക്കും? അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ അസറ്റ് എന്ന് പറയുന്നത് ആരെയായിരിക്കാം? പറയാൻ പറ്റോ? അസറ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കാം? ഡോക്ടേഴ്സിനെ ആണോ? പേഷ്യൻസിനെയാണ് അല്ലെ. പേഷ്യൻസ് വരുന്നത് കൊണ്ടാണ്, ഓരോ പേഷ്യൻസും ഹോസ്പിറ്റലുകളിൽ വരുന്നത് കൊണ്ടാണ് അത് നിലവാരത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കാനായിട്ടും അതിന് പ്രോഫിറ്റ് കൈവരിക്കാനായിട്ടും സാധിക്കുന്നത് അല്ലെ. നല്ലൊരു ഇപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ചെന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടുത്തെ തിരക്ക് എന്താണ് അല്ലെ. ഇപ്പൊ എന്താണ്, പലയിടത്തും പനി പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ. ചുമ വന്ന് പനിയായി, ജലദോഷം അല്ലെ, ചുമ ഒന്നും മാറുന്നില്ല, 2-3 ആഴ്ചയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോ ഓരോ ഹോസ്പിറ്റലിലും ചെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും രോഗികളുടെ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ രോഗികൾ എത്രത്തോളം അവിടെ വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോ ഓരോ ഹോസ്പിറ്റലിലെ മസ്റ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല പേഷ്യൻസിന്. ഓക്കെ, പേഷ്യൻസ് വരുന്നത് കൊണ്ടാണ് അവിടെ ഓരോ നിലവാരത്തിലും, ഓരോ ഹോസ്പിറ്റലും ഓരോ നിലവാരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോ ഓരോ വ്യക്തിക്കും, അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല രീതിയിലുള്ള മുൻഗണന കൊടുത്തുകൊണ്ട് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ വ്യക്തിക്കും നിലവാരമുള്ള ക്വാളിറ്റിയുള്ള സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നും, അതുപോലെ തന്നെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് നല്ല നിലവാരമുള്ള ഫലങ്ങൾ അവർക്ക് കാഴ്ചവെക്കാനായിട്ടും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ക്വാളിറ്റിയുടെ നിലനിർത്തുന്നതിലൂടെ ഓരോ കാര്യങ്ങൾക്കും, ഓരോ സർവീസിനായാലും ഓരോ ടെക്നോളജീസിനായാലും നല്ല രീതിയിലുള്ള നിലവാരം നിലനിർത്തുന്നതിലൂടെ അവർക്ക് ഓരോ കാര്യങ്ങളും എന്താണ് മുൻഗണന കൊടുത്തുകൊണ്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ അറിയാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിലൊക്കെയാണ് മെച്ചപ്പെടുത്തേണ്ടത്, അതുപോലെ തന്നെ അങ്ങനെയുള്ള മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും ഓരോ കാര്യങ്ങളിലും അവരെ മുൻഗണന കൊടുത്ത് മെച്ചപ്പെടുത്തി അവർക്ക് അതിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ടും സഹായിക്കും. ക്ലിയർ ആയോ? ആ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. പോയിന്റ്സ് ഒന്ന് വായിച്ചു വെക്കാം.
ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആണ് വൈ ക്വാളിറ്റി. ഓക്കെ, വൈ ക്വാളിറ്റി. ഓക്കെ, ഓരോ പോയിന്റ്സ് ഉണ്ട്, 10 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. റാപ്പിഡ് അഡ്വാൻസ് ഇൻ ദ ഹെൽത്ത് കെയർ സെക്ടർ. ഇതാണ് ക്വാളിറ്റി കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? റാപ്പിഡ് അഡ്വാൻസ് ഇൻ ദ ഹെൽത്ത് കെയർ സെക്ടർ അല്ലെ? നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള സർവീസ് ആണ് ഓരോ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതെങ്കിലും ആ മേഖല എന്ത് സംഭവിക്കും? ആ മേഖലയില് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ എന്താ സംഭവിക്കാം? നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള ഗുണനിലവാരമുള്ള കെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ്? റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാവും അല്ലെ? പ്രോഫിറ്റ് കൂടും. അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലായിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ നിലനിൽക്കും അല്ലെ? എല്ലാവരോടും പറയും അല്ലെ? അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പരിചരണമാണ്, അതുപോലെ നല്ല കെയർ ആണ്, നല്ല ട്രീറ്റ്മെന്റ് ആണ്, പെട്ടെന്ന് അസുഖം മാറുന്നുണ്ട് അല്ലെ? ഹെൽത്തില് പെട്ടെന്ന് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളുടെ നല്ല ബിഹേവിയർ ആണ്, നമ്മളോട് പെരുമാറുന്നത് നല്ല എന്താണ് റഫായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ടുള്ള പെരുമാറുന്നത്, നല്ല രീതിയിൽ ബിഹേവിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടുത്തെ സർവീസ്, ഹെൽത്ത് കെയർ സർവീസ് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട്, നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ട് അല്ലെ? ക്വാളിറ്റിയോട് കൂടിയിട്ട് നല്ല ബെറ്റർ ഇംപ്രൂവ്മെന്റിലൂടെയാണ്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ നല്ല ബെറ്റർ ആയിട്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നത്
കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റല് സമൂഹത്തിന്റെ ഇടയിൽ എന്തുണ്ടാവും? റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതാണ് റാപ്പിഡ് അഡ്വാൻസ് ഇൻ ഹെൽത്ത് കെയർ സെക്ടർ. അതുപോലെ തന്നെ നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടാണ് ഓരോ ഹോസ്പിറ്റലും സർവീസ് ടെക്നോളജീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടേഴ്സ് നല്ല റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി എന്താണ്? റാപ്പിഡ് ഡെവലപ്മെന്റ് ഇൻ ഡയഗ്നോസ്റ്റിക് ആൻഡ് ഓപ്പറേഷൻ ടെക്നോളജി. ഇതിൽ പറയുന്നത് എന്താണ്? രോഗനിർണയത്തിലും പ്രവർത്തന സാങ്കേതിക വിദ്യയിലും ദ്രുതഗതിയിലുള്ള വികസനം ഉണ്ടാകുന്നുണ്ട് അല്ലെ. നല്ല ക്വാളിറ്റിയോടെ ആണെങ്കിൽ എന്താണ് അവിടെ ഡയഗ്നോസ്റ്റിക് സ്ട്രെങ്ത് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആണ്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള എന്താ പറയാ രോഗനിവാരണം അല്ലെ, നമുക്ക് നല്ല രീതിയിലുള്ള പെട്ടെന്ന് തന്നെ രോഗം ഐഡന്റിഫൈ ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടും, അതുപോലെ തന്നെ അവിടെ നല്ല രീതിയിലുള്ള ടെക്നോളജീസ് ആണെങ്കിൽ ആളുകൾ അവിടേക്കാണല്ലോ വരുന്നത് അല്ലെ. പെട്ടെന്ന് രോഗം ഏത് റെയർ കേസുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഓരോ ഹോസ്പിറ്റലിൽ കഴിയുകയാണെങ്കിൽ, ഡയഗ്നോസ്റ്റിക് രോഗനിർണയം നടത്താനായിട്ട് കഴിയുകയാണെങ്കിൽ അവിടെ എന്താണ് ആ മേഖല അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നല്ല റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി എന്താണ്? ഇൻക്രീസ് അവയർനെസ് ഓഫ് പീപ്പിൾ അബൌട്ട് ഹെൽത്ത് അല്ലെ. ഓരോ രോഗികൾക്കും അവിടെ വരുന്ന ആ ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ രോഗികൾക്കും എന്ത് കൊടുക്കണം നമ്മള്? അവരുടെ ആരോഗ്യത്തെ കുറിച്ച് അല്ലെ, അല്ലെങ്കിൽ നമുക്കറിയാം ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ രോഗികൾക്കായിട്ടുണ്ടെങ്കിലും, അതുപോലെ തന്നെ അവിടെ വരുന്ന അവരുടെ ഫാമിലി റിലേറ്റീവ്സിനായാലും ഹെൽത്ത് എഡ്യൂക്കേഷൻ ഡോക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അവയർനെസ് അല്ലെ, എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ ഫുഡ് കഴിക്കണം, എന്തൊക്കെ ഡയറ്റ് പ്ലാൻ ആണ് നൽകേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ എക്സസൈസ് കൊടുക്കണം പേഷ്യൻസിന്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, മരുന്നിന്റെ കാര്യങ്ങളായാലും അവര് നല്ല രീതിയിൽ ബെറ്റർ കെയർ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് കൊടുക്കുന്നതെങ്കിൽ രോഗികൾ അവിടേക്ക് ആ ഹോസ്പിറ്റലിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എന്താണ്? സ്റ്റിഫ് മാർക്കറ്റ് കോമ്പറ്റീഷൻ. അതാണ് അടുത്ത വിപണി മത്സരം ഇല്ലേ. നമുക്കറിയാം ഇപ്പോ എറണാകുളത്ത് തന്നെ എന്താണ് എത്ര മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്? പിന്നെ പറയാൻ പറ്റുമോ? നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലെ. ഏതൊക്കെയുണ്ട്? പല ഹോസ്പിറ്റലുകളാണല്ലേ. ആസ്റ്റർ, അമൃത ഇല്ലേ, പല പല റിനൈമഡ് സിറ്റി ആണോ? ഓക്കെ. എറണാകുളത്തുള്ളവർക്ക് അറിയാൻ പറ്റും അല്ലെ. പല പല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ആണല്ലേ ഉള്ളത്. ഓരോ ഹോസ്പിറ്റലും എന്താണ് കോമ്പറ്റിറ്റീവ് ആണ് അല്ലെ. ആണോ? നമുക്കറിയാം ബിസിനസ് മേഖലയാണ് അല്ലെ. ബിസിനസ് ഓർഗനൈസേഷനുകളാണ് പല പല എന്താണ് നല്ല ടെക്നോളജീസ് സർവീസ് ഒക്കെ കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോഴും എന്താണ് ഹോസ്പിറ്റലുകളായാലും രോഗികൾക്ക് സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവിടെ എന്താണ് മറ്റു ഹോസ്പിറ്റലുകൾ തമ്മില് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആൻഡ് റോൾ ഓഫ് മീഡിയ അല്ലെ. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഒക്കെ ഇപ്പോ പണ്ട് കാലങ്ങളിലുള്ള ടെക്നോളജി ആണോ ഇപ്പോഴുള്ള ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്നത്? ആണോ? അല്ല. ഇപ്പോഴെന്താ ഉള്ളത്? എന്ത് സിസ്റ്റം ആണ് ഉള്ളത് ഹോസ്പിറ്റലുകളില്? ഏത് സിസ്റ്റം ആണ്? അഡ്വാൻസ്ഡ് ആണ്. പറയാൻ പറ്റുമോ? HIS അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് അല്ലെ. ഓക്കെ, അവിടെയാണ് പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. പല പല ഡിപ്പാർട്ട്മെന്റ് മൊഡ്യൂൾസ് കണക്ട് ചെയ്ത് പ്രിൻസിപ്പൽ സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യുന്നതാണ് അല്ലെ പല ഹോസ്പിറ്റലുകളിലും. അതാണ് നമ്മുടെ HIS എന്ന് പറയുന്നത്. ഇനി HIS-ൽ കൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? രോഗികളുടെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും, അതുപോലെ സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ്, സ്റ്റാഫ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ പരസ്പരം ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡോക്ടേഴ്സിന്റെ ലാബിലേക്കും അതുപോലെ മറ്റു പല സ്റ്റാഫുകളുടെ അടുത്തേക്കൊക്കെ ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വഴിയാണ് അല്ലെ, HIS വഴിയാണ്. അപ്പൊ എന്താണ് ഇപ്പോഴുള്ള സർവീസ് ആയാലും ടെക്നോളജി ആയാലും നല്ല ക്വാളിറ്റിയോടെയാണ് ഹോസ്പിറ്റലുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് HIS വഴി നമുക്ക് എന്താണ് ഡോക്ടേഴ്സിനെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രോഗികൾക്ക് തന്നെ മൊബൈൽ ഉണ്ടെങ്കിൽ
അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള ഡോക്ടേഴ്സ് ഇഷ്ടമുള്ള ടൈമിൽ അല്ലെ നമുക്ക് ബുക്ക് ചെയ്ത് ഡോക്ടറെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പല അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആണ് ഇപ്പോ ഹോസ്പിറ്റലുകളിൽ വന്നിരിക്കുന്നത്. ഇനി 6th one എന്താണ്? The service is for enduring the pain, sickness and diseases. The services is patient-centric and person-specific, provided by a team of highly skilled to non-skilled groups of doctors, nurses and other medical staff. 6th point പറയുന്നത് എന്താണ്? ഇപ്പോ ഒരു രോഗിയുടെ ഓവറോൾ ആയിട്ട് നമ്മള് പെയിന്, അതുപോലെ സിക്നെസ്, ഡിസീസസ് ഒക്കെ ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിട്ടുള്ള എല്ലാ വശങ്ങളിലും നമ്മൾ സർവീസ് കൊടുക്കണം അല്ലെ. എല്ലാം നോക്കിയിട്ട് വേണം സർവീസ് കൊടുക്കാനായിട്ട്. അപ്പോ ഓരോ പേഷ്യൻസിന്റെയും നീഡ്സ് അനുസരിച്ച് അല്ലെ, നീഡ്സ്, വാൻസ്, റിക്വയർമെന്റ്സ്, ആവശ്യങ്ങൾ അനുസരിച്ച് വേണം സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന സർവീസ് വാരിയസ് സ്കിൽസ് ഉള്ള, നമ്മൾ പറഞ്ഞു സിക്നസ്, പെയിൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ രോഗിയുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നീഡ്സ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്? സർവീസ് കൊടുക്കാനായിട്ട്. ഇനി സർവീസ് കൊടുക്കേണ്ടത് ആരൊക്കെയാണെന്നാണ് പറയുന്നത്? നല്ല രീതിയിലുള്ള ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ആരൊക്കെയാണ്? ഡോക്ടേഴ്സ് ആണ്, അതുപോലെ നഴ്സുമാര്, അത് മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കണം ഇങ്ങനെയുള്ള സർവീസുകൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഇത്രയേ ഉള്ളൂ അതിനകത്ത് പറയുന്നത്. ഇനി 7th point നോക്കാം. The type of the function is multicentric and multifaceted. അപ്പൊ എന്താ പറയുന്നത്? മൾട്ടിസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് നോക്കാം. രോഗികൾക്ക് കൊടുക്കുന്ന സർവീസ് മൾട്ടിസെൻട്രിക് ആയിരിക്കണം. ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് എല്ലാവരും ഉൾപ്പെടുന്ന രീതിയിൽ, എല്ലാവർക്കും എത്തുന്ന രീതിയിലായിരിക്കണം. ഒരാളെ മാറ്റി നിർത്താതെ എല്ലാവർക്കും ഈക്വൽ ആയിട്ട്, നമ്മൾ പഠിച്ചല്ലേ, ഈക്വൽ ആയിട്ട് എല്ലാവർക്കും എത്തുന്ന രീതിയിൽ വേണം സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മൾട്ടിഫെസ്റ്റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ സേവനങ്ങളില് പല കോംപ്ലക്സ് അല്ലെ, എന്താണ് കോംപ്ലക്സിറ്റി, പല ബുദ്ധിമുട്ടുകള് വരാം അല്ലെ. സേവനങ്ങൾ രോഗികൾക്ക് കൊടുക്കുമ്പോഴും പല ബുദ്ധിമുട്ടുകള് വരാറുണ്ട്. അപ്പോ അതിന്റെ എല്ലാ വശങ്ങളും ഒരുപോലെ, നല്ല വശങ്ങളുണ്ടാവാം, ചീത്ത വശങ്ങളുണ്ടാവാം അല്ലെ. അപ്പൊ എല്ലാ വശങ്ങളും ഒരുപോലെ പരിഗണിച്ചുകൊണ്ടാവണം സർവീസ് കൊടുക്കാനായിട്ട്. പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളിലൂടെയും നമ്മള് രോഗികൾക്ക് നല്ല രീതിയിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണം. ഇനി എന്താണ്? The overall objective is good patient care up to their level of satisfaction. എന്താണ് പറയുന്നത്? നമ്മള് ഓവറോൾ ആയിട്ടുള്ള പേഷ്യന്റ് കെയർ എങ്ങനെ കൊടുക്കണം? അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ അല്ലെ. പേഷ്യൻസിന് എങ്ങനെയാണോ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത്, അവരുടെ നീഡ്സ് അനുസരിച്ച്, റിക്വയർമെന്റ്സ് അനുസരിച്ച് അല്ലെ, എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് രോഗികളുടെ സംതൃപ്തി ലഭിക്കുന്നിടത്തോളം മികച്ച പ്രകടനമായിരിക്കണം അല്ലെ, മികച്ച പരിചരണം, മികച്ച കെയർ വേണം അവർക്ക് കൊടുക്കാനായിട്ട്. അവരുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് കൊണ്ടാവണം നമ്മള് പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെ ക്വാളിറ്റിയിൽ വരുന്ന ഘടകങ്ങളാണ് അല്ലെ. ഇനി എന്താ പറയുന്നത്? There is only one answer to this, good quality systematic. ഇനി ക്വാളിറ്റി അല്ലെ, കൊടുക്കുന്ന സേവനങ്ങള്, രോഗികൾക്ക് കൊടുക്കുന്ന സർവീസുകള് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഒരു സ്ട്രക്ചർ ആയിട്ട് നമ്മള് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത്, പ്ലാൻ ചെയ്ത്, ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ വേണം രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഹെൽത്ത് കെയർ ബൈ ഡെവലപ്പിംഗ് a carefully planned hospital quality management system. ശ്രദ്ധാപൂർവം ആസൂത്രണം, പ്ലാൻ ചെയ്ത് ആശുപത്രി ക്വാളിറ്റി മാനേജ്മെന്റ് സംവിധാനം വികസിപ്പിച്ചുകൊണ്ടാവണം ആരോഗ്യ സേവനങ്ങൾ കൊടുക്കേണ്ടത്. മനസ്സിലായോ? കെയർഫുൾ ആയിട്ട് നമ്മൾ ശ്രദ്ധാപൂർവം പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് സംവിധാനം നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ട് വേണം രോഗികൾക്ക് ബെറ്റർ കെയർ പ്രൊവൈഡ് ചെയ്യാൻ. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ക്വാളിറ്റിയിൽ വരുന്നത്. വായിച്ചു നോക്കാം.
ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ ഞാനും ക്വസ്റ്റ്യൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. മനസ്സിലായോ അത്? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റ് ഡെഫിനിഷൻ ആയിട്ട് ഇവിടെ രണ്ട് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. Quality management is the act of management functions to maintain a desired level of excellence. It is management activity and functions involved in determination of
ക്വാളിറ്റി പോളിസി ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ. അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആഗ്രഹിക്കുന്ന മികവിന്റെ ഗുണനിലവാരം നിലനിർത്തുന്നതിനുള്ള മാനേജ്മെന്റ് പ്രവർത്തനങ്ങളാണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്തുണ്ടാവണം? ക്വാളിറ്റി ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ എന്താണ് മികവ് അല്ലെ, മികവ് നിലനിർത്തുന്നതിനുള്ള ഒരു പ്രവർത്തനങ്ങളെയാണ് നമ്മൾ പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആഗ്രഹിക്കുന്ന മികവിന്റെ നിലവാരം നിലനിർത്തുന്നതിനുള്ള മാനേജ്മെന്റ് പ്രവർത്തനങ്ങളാണ് ഗുണനിലവാര മാനേജ്മെന്റ്, ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ക്വാളിറ്റി പോളിസി നിർണ്ണയിക്കുന്നതിലും അത് നടപ്പിലാക്കുന്നതിലും ഉൾപ്പെടുത്തുന്ന മാനേജ്മെന്റ് പ്രവർത്തനങ്ങളുമാണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിന്റെ പോളിസി, ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പോളിസി നടപ്പിലാക്കുക, നിർണ്ണയിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും അതുപോലെ തന്നെ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവുമല്ലോ, അത് നടപ്പിലാക്കുന്നതിന് പല പ്രവർത്തനങ്ങൾ ഉണ്ടാവും അല്ലെ. അതിനെയുമാണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പാരഗ്രാഫിൽ ഒരു ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ഇറ്റ് ഈസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് to the art of managing quality output, considering together the people, process and products rather than independent factors, and driven towards the objective with effective and efficient performance output. ഓക്കെ, അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് ലഭിക്കാനായിട്ട് വിവിധ ഫാക്ടേഴ്സുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു സമഗ്രമായ സമീപനമാണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുകൂടെ പറയാം. നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് ലഭിക്കാനായിട്ട് വിവിധ ഫാക്ടേഴ്സുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഉള്ളൊരു സമഗ്രമായ സമീപനമാണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇത് നടക്കുന്നത്? എങ്ങനെയാണ്? കമ്പോണൻസുകളെ ഒരുപോലെ പരിഗണിച്ചുകൊണ്ട്, സെപ്പറേറ്റ് ആക്കാതെ. കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പീപ്പിൾസ്, പ്രോസസ് ആൻഡ് പ്രൊഡക്ട്സ്. ഇതിനെയൊക്കെയാണ് നമ്മൾ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ആ 3 കമ്പോണൻസുകളെയും സെപ്പറേറ്റ് ആക്കാതെ ഒരുമിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള ഒരു സമഗ്രമായ ഉൾപ്പെടുത്തി ആ 3 കാര്യങ്ങളും സെപ്പറേറ്റ് ആക്കാതെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമഗ്രമായിട്ടുള്ള ഒരു സമന്വയത്തെയാണ് നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷ്യം എന്താണ്? ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് പെർഫോമൻസ് ഔട്ട്പുട്ട് അല്ലെ. എഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടും ഉള്ള ഒരു പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യാം. രോഗികൾക്ക് എഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടുമുള്ള ഒരു പെർഫോമൻസ്, ഫലപ്രദമായിട്ടുള്ളതും കാര്യക്ഷമമായിട്ടുള്ള ഒരു പെർഫോമൻസ് വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? അപ്പോ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഔട്ട്പുട്ട് ലഭിക്കാനായിട്ട് വിവിധ ഫാക്ടേഴ്സുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഉള്ളൊരു സമഗ്രമായ സമീപനമാണ് ക്വാളിറ്റി മാനേജ്മെന്റ്. ഇനി അതുപോലെ തന്നെ കമ്പോണൻസുകളെ ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് സെപ്പറേറ്റ് ആക്കാതെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സമഗ്രമായ സമന്വയനമാണ് ഇത് ക്വാളിറ്റി മാനേജ്മെന്റ്. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടും പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യും. ഇനി ഫോർ മെയിൻ കമ്പോണൻസ് താഴെ കൊടുത്തിട്ടുള്ള ഏതൊക്കെയാണ്? ക്വാളിറ്റി പ്ലാനിങ്, ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി അഷ്യൂറൻസ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. നോക്കാം. Quality management is focused not only on product and services quality but also on the means to achieve it. അപ്പൊ എന്താണ്? പ്രൊഡക്ട്സിന്റെയും അതുപോലെ തന്നെ സർവീസിനെയും മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. ക്വാളിറ്റി മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? പ്രൊഡക്റ്റിനെയും സർവീസിനെയും മാത്രമല്ല, പിന്നെ എന്തിനൊക്കെയുണ്ട്? അത് നേടാനുള്ള പല മാർഗങ്ങളുണ്ട് അല്ലെ.
മാർഗങ്ങളിലും അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ക്വാളിറ്റിയുടെ സർവീസ്, ക്വാളിറ്റിയുടെ പ്രൊഡക്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പല മാർഗങ്ങളുമുണ്ട്. അതിനകത്തും ഈ ക്വാളിറ്റി മാനേജ്മെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇനി എന്താണ് ഓരോന്നും നമുക്ക് നോക്കാം. കമ്പോണൻസുകൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ക്വാളിറ്റി പ്ലാനിങ്. ക്വാളിറ്റി പ്ലാനിങ് ഈസ് determining the activity required for developing the product, system and process needed to meet or exceed customer expectations. എന്താണ് കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞാല്? കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് അവരുടെ പ്രതീക്ഷകൾ അല്ലെ, പേഷ്യൻസിന്റെ പ്രതീക്ഷകൾ ഉണ്ടാവുമല്ലോ. കസ്റ്റമേഴ്സിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ചുകൊണ്ട് എന്താണ് പ്രൊഡക്റ്റിനെയും സിസ്റ്റത്തെയും അതുപോലെ പ്രോസസ്സിനെയും അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവരുടെ എക്സ്പെക്ടേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ നീഡ്സ് അനുസരിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്യുക. അതാണ് ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? കസ്റ്റമേഴ്സിന്റെ പ്രതീക്ഷകൾ അനുസരിച്ചും അവരുടെ നീഡ്സ് അനുസരിച്ചും പ്രൊഡക്റ്റ്, പ്രോസസ്സ്, സിസ്റ്റംസ് അതിനെ ഡെവലപ്പ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ആണ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോൾ എന്താണ്? എ സിസ്റ്റം ഓഫ് മെയിൻറ്റെയിനിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ മാനുഫാക്ചർഡ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ബൈ ടെസ്റ്റിംഗ് എ സാമ്പിൾസ് of the output against the specification. എന്ന് പറയുന്നത് ഈ സിസ്റ്റം ഓഫ് മെയിൻറ്റെയിനിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ മാനുഫാക്ചർഡ് പ്രൊഡക്റ്റ് അല്ലെ. ഓക്കെ, മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്ട്സില് സ്റ്റാൻഡേർഡ്സുകൾ, പല സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടാവുമല്ലോ. ആ സ്റ്റാൻഡേർഡ്സുകൾ പാലിക്കുന്നതിന്റെ ഒരു സംവിധാനമാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. മാനുഫാക്ചർ ചെയ്ത നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റില് പല സ്റ്റാൻഡേർഡ്സുകളും പാലിക്കുന്നതിന്റെ സംവിധാനത്തെയാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അല്ലെങ്കിലോ ഓർ സർവീസ് ബൈ ടെസ്റ്റിംഗ് എ സാമ്പിൾസ് ഓഫ് ദ എന്താണ് സാമ്പിൾസ് ഓഫ് ദ ഔട്ട്പുട്ട് അഗെയിൻസ്റ്റ് സ്പെസിഫിക്കേഷൻ. എന്താണ് സ്പെസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഔട്ട്പുട്ടിന്റെ ഒരു സാമ്പിൾ ടെസ്റ്റിംഗിന്റെ സർവീസ് എന്ന് കൂടി പറയാൻ പറ്റും അല്ലെ. ഓരോ സ്പെസിഫിക്കേഷൻ ഉണ്ടാവും അല്ലെ. ആ സ്പെസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ ഔട്ട്പുട്ടിന്റെ സാമ്പിൾ ടെസ്റ്റിംഗ് നമ്മൾ ഇന്ന് പറയുന്നുണ്ട് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് produced are measured using tools such as the auditing and inspection അല്ലെ. അപ്പോ നമ്മള് ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് എന്താണ് സർവീസും അതുപോലെ തന്നെ പല ഗുഡ്സുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് അതിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്ന ടൂൾസ് ആണ് എന്ന് പറയുന്നത് ഓഡിറ്റിങ്ങും ഇൻസ്പെക്ഷനും. ഓക്കെ, മനസ്സിലായോ? രണ്ടും ഒന്ന് വായിച്ചു നോക്കിയേ. Okay, next നോക്കാം. Quality assurance. Quality assurance is means of providing enough confidence that the goals as outlined in the quality planning for a product and or services will be fulfilled. എന്താ പറയുന്നത്? ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോൺഫിഡൻസ്, മതിയായ കോൺഫിഡൻസ്
നൽകുന്നതിനുള്ള ഒരു മാർഗമാണെന്ന് പറയാൻ പറ്റും. അതെങ്ങനെയൊക്കെയാണ്? ക്വാളിറ്റി പ്ലാനിങ്ങിലൂടെ പ്രൊഡക്റ്റിന്റെയോ സർവീസിന്റെയോ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് കോൺഫിഡൻസ് അല്ലെ, അല്ലെങ്കിൽ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പ്ലാനിങ്ങിലൂടെ നമ്മൾ ചെയ്ത ആ പ്രൊഡക്റ്റിന്റെയോ സർവീസിന്റെയോ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിലൂടെ. ഓക്കെ, ഇനി എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്? എ കമ്പൈൻഡ് ആൻഡ് unceasing effort of everyone to make the changes that will lead a better patient outcomes, better system performance, and better professional development. This may done with the notice a significant changes or incrementally by a continual ഇംപ്രൂവ്മെന്റ്. ഇപ്പൊ എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും നമ്മൾ സംയോജിപ്പിച്ച് നിരന്തരമായിട്ടുള്ള ശ്രമങ്ങളാണ് എല്ലാവരും ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ക്വാളിറ്റി, ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത് ഒരാളെ മാത്രം നോക്കിക്കൊണ്ട് അല്ലെ, ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റുമോ? ഇല്ല. എല്ലാവരുടെയും എന്താണ്, എല്ലാ സ്റ്റാഫിന്റെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടത് അല്ലെ, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെ എല്ലാവരുടെയും ഒരു പ്രയത്നം അല്ലെങ്കിൽ എല്ലാവരെയും സംയോജിപ്പിച്ച് വേണം നമ്മൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അതിനുള്ള ശ്രമങ്ങൾ നടത്താനായിട്ട്. അതുപോലെ തന്നെ ആരോഗ്യം, പരിചരണം, പഠനം എന്നിവയുടെ മാറ്റങ്ങളിൽ നമുക്ക് എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട്, ഇംപ്രൂവ്മെന്റ് എടുക്കുന്നത് അല്ലെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഉണ്ട് ഹോസ്പിറ്റലിൽ വരുന്നുണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. അവയുടെയൊക്കെ അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ, രോഗികൾക്ക് കൊടുക്കുന്ന കെയർ അല്ലെങ്കിൽ പരിചരണം, രോഗിയുടെ ആരോഗ്യനില ബെറ്ററായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും എന്ത്, അവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ ക്വാളിറ്റിയോടെയാണ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പല ചേഞ്ചസുകളിലൂടെയോ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള മെച്ചപ്പെടുത്തലിലൂടെയോ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ക്രമേണ ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ്, നമുക്ക് ഫീഡ്ബാക്ക് അറിഞ്ഞുകൊണ്ട് കസ്റ്റമേഴ്സിന്റെ, അവിടെ വരുന്ന പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അറിഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും മെച്ചപ്പെടുത്താനായിട്ടും പല ചേഞ്ചസ് വരുത്തുന്നതിലൂടെയും നമുക്ക് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്സ് വരുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ക്വാളിറ്റിയുടെ അല്ലെ പ്രധാനമായിട്ടുള്ള കമ്പോണൻസ് ആയിട്ട് പറയുന്നത് കേട്ടോ. 4 മെയിൻ കമ്പോണൻസ് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഏതൊക്കെയാണ്? ക്വാളിറ്റി പ്ലാനിംഗ് ഉണ്ട്, ക്വാളിറ്റി കൺട്രോള്, ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഓക്കെ, ഇത്രയും പേര് മിസ് എടുക്കുന്നുള്ളൂ. ഇത്രയും വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.